ഹാപ്പി ന്യൂ ഇയർ. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഒന്നുമില്ലട കുട്ട. പകരം ആനേനെ കണ്ട വീഡിയോ നീ എനിക്ക് ഇട്ടുതരാം. ഹലോ, 2026 ന്യൂ ഇയർ ആഘോഷിക്കാൻ കോയമ്പത്തൂർ പോയതാണ് ഇന്നത്തെ വ്ലോഗ്. ഈ കത്തിച്ചുവിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ്. അതും സമയം 5:45. ഈ വെളുപ്പിന് 5:45 എന്നുള്ള സമയമൊക്കെ എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ ഒരിക്കലും കണ്ടുമുട്ടാത്ത സമയങ്ങളാണ്. പക്ഷേ ട്രിപ്പാണെങ്കിൽ ചിലപ്പോൾ 5:45 3 മണിക്ക് വരെ ഞാൻ പോവും. ഏത് എൻ്റെ എല്ലാ വട്ടിനും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന എൻ്റെ കസിൻ മഞ്ജു ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്, ആളെ പിക്ക് ചെയ്യാൻ. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള വിശാഖും ഉണ്ട് ഈ ട്രിപ്പിൽ. ഞങ്ങൾ ഇഫ്താറിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ചേച്ചീനെ പിക്ക് ചെയ്ത് ആലുവയിലെത്തിയപ്പോൾ വിശാഖും ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇഫ്താറിൽ കയറി നല്ല ചൂട് കട്ടനും പുട്ടും പത്തിരിയൊക്കെ കഴിച്ചു. ഇതാ വരുന്നത് ഞങ്ങളുടെ ഫണ്ടർ. ഇതാണ് ഞങ്ങളുടെ ഫണ്ടർ. യു ആർ ദ ഫണ്ടർ ഓഫ് ദിസ് ട്രിപ്പ്. ഇത് അവര് നേരി കാണാൻ നല്ലതാ. ഫോൺ എടുത്ത് ആ ബാഗാണ് എൻ്റെ ചേച്ചി മേഘമലയ്ക്ക് പോയപ്പോ. പോകുന്ന വഴിയിൽ ഇതുപോലെ പാടത്തിൻ്റെ മേലിൽ കോട കണ്ടപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ ഒരുത്തൻ എന്നെ പുച്ഛിച്ചു. അത് കോടയൊന്നുമല്ല, അവിടെയുള്ള വീടുകളിൽ നിന്ന് അടുപ്പിൽ നിന്ന് പുക വരുന്നതാണ്. ആ പുച്ഛിച്ചവനാണ് അവൻ. അവൻ്റെ പേര് വിശാഖാണെങ്കിലും ഞങ്ങളെല്ലാവരും വിളിക്കുന്നവണ് വിസ്ന. അവൻ്റെ ഓഫീസിലും ഫ്രണ്ട്സും എല്ലാവരും വിസ്ന വിളിക്കുന്നത്. വിസ് ഖലീഫയുടെ എന്തോ ചായ ഉണ്ടെന്ന് ഏതോ ഒരുത്തൻ പണ്ട് പറഞ്ഞുവെന്ന്. അത് എവിടം കണ്ടിട്ടാണെന്നും എനിക്കറിയില്ലെങ്കിലും വിളിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് ഞങ്ങളും അവനെ വിസ്ന വിളിക്കുന്നത്. അപ്പോൾ ഈ കോയമ്പത്തൂരേക്കുള്ള യാത്ര അതെങ്ങനെ സംഭവിച്ചു? ന്യൂ ഇയർ ആയപ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അതെവിടേക്ക് എന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ അവസാന ഘട്ടം ചെല്ലുമ്പോഴത്തേക്കും ആണല്ലോ എല്ലാത്തിനും ഒരു ഓളം വരുന്നത്. അങ്ങനെ ഇരുന്ന് ഡിസംബർ 30 കഴിഞ്ഞപ്പോഴാണ് നാളെയെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ ഈ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറ്റൂ എന്ന നഗ്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഓക്കെ, എന്നാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കിട്ടുമോ? ആകെ 3 ദിവസത്തെ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും പ്ലേസിൽ പോകാമെന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഓരോ സ്ഥലത്ത് വിളിച്ച് നോക്കുമ്പോൾ അവിടെയൊക്കെ കംപ്ലീറ്റ് ബുക്ക്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ ഭയങ്കര തിരക്ക്, അങ്ങോട്ട് വരണ്ടാന്നൊക്കെ അവിടെയുള്ള ഫ്രണ്ട്സ് വിളിച്ചു പറയും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നെല്ലിയാമ്പതി കട്ട് ചെയ്തു, വയനാട് കട്ട് ചെയ്തു, അങ്ങനെ പല സ്ഥലങ്ങളും കട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ഇടയിൽ കൂടെ മഞ്ജു ചേച്ചിയുടെ വക ഒരു ഡിസ്ക്ലൈമർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കോയമ്പത്തൂർ ഞാൻ പോയിട്ടില്ല കേട്ടോ, വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. കോയമ്പത്തൂർ നല്ല പീസ്ഫുൾ പ്ലേസ് ആട്ടോ, വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ കേട്ട് ഈ റേഡിയോയിലെ പരസ്യം കേട്ട് തലയിൽ അടിച്ച് കയറില്ലേ, അതുപോലെ ഞങ്ങളും തീരുമാനിച്ചു, എന്നാൽ കോയമ്പത്തൂരെങ്കിൽ കോയമ്പത്തൂർ അങ്ങോട്ട് തന്നെ. അല്ലെങ്കിൽ ഈ മുൻകൂട്ടി എല്ലാം പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്ത് എല്ലാം അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ശീലം പൊതുവെ ഇല്ലല്ലോ. ഞങ്ങളുടെ ഇല്ലത്ത് തീരെ ഇല്ല, അതുകൊണ്ട് എല്ലാം ചടപടയതായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് അങ്ങനെയാണ് കോയമ്പത്തൂർ ഉണ്ടായത്. ഞങ്ങളുടെ പ്ലാനിൽ വന്നത്. പിന്നെ ഇത്ര നേരത്തെ വെച്ച് പിടിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന റൂട്ട് ഈ അതിരപ്പള്ളി, വാൽപ്പാറ, പൊള്ളാച്ചി, കോയമ്പത്തൂർ റൂട്ടാണ് പിടിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ഹൈവേ പിടിക്കും. അങ്ങോട്ട് പോകുന്നത് ഈ കാട് വഴിയായതുകൊണ്ടാണ് കുറച്ച് നേരത്തെ പോകുന്നത്. കുറച്ച് നേരത്തെ പോയാലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കുരങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിലെത്തി. ഈ ഒരു റൂട്ടുണ്ടല്ലോ, അത് എത്ര തവണ പോയാലും മടുക്കാത്തൊരു റൂട്ട്. എറണാകുളത്തു നിന്നൊക്കെ പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോയി വരണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നതാണ് ഈ അതിരപ്പള്ളി, വാൽപ്പാറ, ഷോലയാർ, അളിയാർ ഡാം റൂട്ട്. അങ്ങനെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൽ ഞങ്ങളുടെ പേരും നാളും ജാതകമൊക്കെ കൊടുത്ത് കുറച്ച് മുന്നോട്ട് കയറിയപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ അവിടേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇതേപോലെ വഴിയിലിറങ്ങി ഫോട്ടോസ് എടുക്കാനോ നിൽക്കാനോ ഒന്നും പറ്റില്ലല്ലോ, കാട് ഏരിയ അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങിയത്. എന്നാലും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എങ്ങാനും വല്ല ആനയും വന്നാലോ എന്ന് പേടിച്ചിട്ട് ചുറ്റും നോക്കിയിട്ടൊക്കെ തന്നെ അവിടെ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത്
നോക്കുമ്പോൾ ഒരു ചേട്ടൻ അതിൽ കൂടെ മോർണിംഗ് വാക്കിനൊക്കെ പോയിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ തന്നെ അവിടുത്തെ നാട്ടുകാരെ സംബന്ധിച്ച് എന്താണ് എന്ത് കാട്. നമ്മളൊക്കെ സ്ഥിരം പശുവിനെയൊക്കെ കാണുന്ന പോലെ ഇരിക്കും, അവരൊക്കെ ആനേനെ കാണുന്നു. സ്ഥിരമുള്ള കാഴ്ചയല്ലേ. ഒരുത്തനാണെന്ന് ഡ്രസ്സ് മാറാൻ പോയിട്ടുണ്ടാവും, ആ ടീഷർട്ട് പറ്റില്ല, വേറെ ടീഷർട്ട് വേണം, എന്തൊക്കെ പ്രശ്നങ്ങളാണോ. പിന്നെ എന്നെ സംബന്ധിച്ച് ഈ ട്രിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് വീട്ടിലെ കാറ്. അതായത് എൻ്റെ അപ്പൻ പൊന്നുപോലെ നോക്കുന്ന കാറ് എൻ്റെ കയ്യിൽ കേരളത്തിന് പുറത്തേക്ക് തന്നുവിടുന്ന ആദ്യത്തെ മുഹൂർത്തമാണിത്. അതിൻ്റെ ഒരു ത്രില്ലിങ്ങിലാണ് ഞാൻ. ഔട്ട്സൈഡ് കേരള ഫ്രണ്ട്സിൻ്റെ കാറിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വന്തം കാറിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അത്രയും വിശ്വാസത്തോടെ വണ്ടി തന്നുവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓടിച്ച് ഫുൾ റെസ്പോൺസിബിലിറ്റിയൊക്കെ എടുത്ത് ഈ കൊണ്ടുപോയ മുതലിന് അതുപോലെ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഊഷ്മളതയാണ് ഈ ട്രിപ്പിൽ എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ 2 സൈഡും പച്ചപ്പ് നിറഞ്ഞ കാട്ടുവഴിയിലൂടെ പോയി പെട്ടെന്ന് ഈ ഒരു ഫ്രെയിമിലെത്തിയപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ടിട്ടാണ് ഞങ്ങൾ ഈ കാഴ്ച കണ്ടിരുന്നത്. മൊത്തത്തിൽ എൻ്റെയുള്ളി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അതായത് കറുത്ത പാറക്കൂട്ടങ്ങളും ഉണങ്ങിയ പുല്ലുകൾ, മരച്ചില്ലുകൾ, അതിൻ്റെ അവിടെ ഫോറസ്റ്റുകാർ കിട്ടിയ ഒരു ഏറുമാടം, ഒരു ഫിലിമിൻ്റെ ലൊക്കേഷൻ പോലെ. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് ഞാൻ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് അപരിചിതൻ മൂവിയിലെ. ആ പാട്ടിൻ്റെ കറക്റ്റ് ഫ്രെയിമാണ്. പാട്ടെന്ന് മനസ്സിലായോ? കുയിൽ പാട്ടിലും ഞാലാടം കുറുമ്പിൻ്റെ ജാലം കാട്ടാം കുളിർമഞ്ഞ് കൂടാരത്ത് കുറുക്കുത്തി മൈനേവാവ. അങ്ങനെ പാട്ടൊക്കെ പഠിച്ചില്ല ചെയ്ത് വരുമ്പോഴാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീസിങ് മൊമെൻ്റ് ഈ ട്രിപ്പിൽ. ഞങ്ങൾ ആനയെ കണ്ടു, ആന ഞങ്ങളെ കണ്ടു. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ആ പോണ കണ്ടോ ഐറ്റം. ഇവിടെ നിന്നേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ എന്തെടുക്കാൻ പറ്റാഞ്ഞെന്നറിയില്ലേ, ഫ്രീസായി പോയില്ലേ, ക്യാമറ ഓണാക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഈ ഫ്രണ്ടിൽ പോകുന്ന പിള്ളേരെ കണ്ടോ, ഇവർ കാരണം ഞങ്ങൾ ആനേനെ സ്പോട്ട് ചെയ്തേ, ഇല്ല ഞങ്ങൾ കാണത്തു പോലില്ലായിരുന്നു. അമ്മാതിരി കഥ പറച്ചിലും പറഞ്ഞല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളതിനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പയ്യന്മാർ കുറച്ച് മുമ്പേ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് ഞങ്ങളെടുത്ത് തിരിഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ചു. ആ സ്ഥലത്തേക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ആന, അതായത് ഞങ്ങൾ റോഡിൻ്റെ ഈ സൈഡ്, റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ആന നിൽക്കുക. അത് റോഡിലെങ്ങാനുമായിരുന്നു ഞങ്ങൾ സ്പോട്ടിൽ ചത്ത്. പക്ഷേ ഇതാ കയറ്റത്തിൻ്റെ മേളിലായതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒന്ന് ജസ്റ്റ് സ്ലോ ഡൗൺ ചെയ്തു. അന്നേരം ആനയുടെ കണ്ണ് വന്ന് നമ്മുടെ കണ്ണായിട്ട് ഉടക്കി. ഡെഡ്ലി ഐ കോണ്ടാക്ട്. അന്നേരമാണ് നമ്മൾ ഫ്രീസായി പോയത്. 3 പേരുടെ കയ്യിൽ ഫോണുണ്ട്, പക്ഷേ വീഡിയോയോ ഫോട്ടോയോ എടുക്കാനോ ബട്ടണൊന്നും ഞെക്കാനുള്ള മൈൻഡ് സെറ്റ് വരണ്ടേ. ഫുൾ കണക്ഷൻ ലോസ്റ്റ്. പക്ഷെ ആന ഒരു മാന്യനായിരുന്നു കേട്ടോ. ആൾ ഇൻവെർട്ടർ ആയതുകൊണ്ട് അകത്തോട്ട് കയറിപ്പോയി കാടിൻ്റെ ഉള്ളിലേക്ക്. ആന തിരിഞ്ഞ സമയത്താണ് വിശാഖി വീഡിയോ എടുത്ത്. ഓർഡർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അമ്മമാരുടെ വീഡിയോ വേണോന്ന് ചോദിക്കണോ? പകരം ആനേനെ കണ്ട വീഡിയോ നീ എനിക്ക് ഇട്ട് തരാം. അതെ അത് സത്യം, അതൊരു നല്ല ഡീലാ. പിള്ളേരുടെ ഒബ്സർവേഷൻ സ്കില്ല് കാരണം അവരുടെ പുറകെ വെച്ച് പിടിച്ചാണല്ലോ സൈറ്റിങ്സ് കിട്ടാൻ. അങ്ങനെ കുറേ വീഡിയോസിൽ അവരുണ്ട്. അപ്പോൾ ആ വീഡിയോസ് അവർക്ക് വേണമെന്ന് ചോദിച്ച് ഞങ്ങളിവിടെ വെച്ച് മീറ്റ് ചെയ്തു, പരിചയപ്പെട്ടു. അവർക്ക് എയർ ഡ്രോപ്പ് വഴി അവരുടെ വീഡിയോസൊക്കെ അയച്ചു കൊടുത്തു. അപ്പോഴാണ് ചോദിച്ചത് ആനയുടെ വിഷ്വൽസ് അവർക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന്. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ആനയുടെ ബാക്കെങ്കിലും കിട്ടി, അവർക്ക് അതുപോലും കിട്ടിയില്ല എന്ന്. ദിസ് ലുക്സ് ലൈക്ക് ഡെമോഗോർഗൺ കേട്ടോ. വണ്ടി നിർത്തിയ സ്ഥലം നല്ലൊരു സ്പോട്ടായിരുന്നു. ഒരു വലിയ മരത്തിൽ നിന്ന് ഒരുപാട് ഈ റെഡ് പൂക്കൾ വീണ വഴി മൊത്തം നല്ല ബ്യൂട്ടിഫുള്ളായി കിടക്കുമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഫോട്ടോസൊക്കെ എടുത്തു. ആ പിള്ളേർക്ക് ഫോട്ടോസ് എടുത്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം തിന്നിട്ടാണ് പോകുന്നത്. ഇവിടെ ഈ പൂക്കളുടെ തന്നെ സ്മെല്ലാന്ന് തോന്നണ. ഫോട്ടോഗ്രാഫർ നിശ്ചൽ. ഇവിടെ ഒരു കുട്ടിക്കുരങ്ങനെ ഹെയർ പിന്നൊക്കെ ഇറങ്ങി വരുന്ന സമയത്താണ് ഒരു പറ്റം കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുരങ്ങന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കുരങ്ങന്മാരല്ല സ്ഥിരം കാണുന്നത്. ഇത് ഗ്രേ ലങ്കൂർ ടൈപ്പ് കുരങ്ങന്മാരാണ്. ഇതുങ്ങളുടെ നീളം വാലിനാണ്.
ശരീരത്തിനേക്കാളും നീളമാണ് വാലിന്. അപ്പോൾ ഒരുപാട് കുരങ്ങന്മാരുള്ളതുകൊണ്ട് കുറച്ച് നേരം അവരവിടെ നിന്നിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അയ്യോ അയ്യേ എന്നുള്ള രീതിയിൽ എനിക്ക് അവന്റെ കിടപ്പ് ഇഷ്ടപ്പെട്ടു. കിടക്കണോക്ക് തുണി അലക്കാനിട്ടേക്കണ പോലെ. അവന്മാരെ കൈയുടെ നല്ല നീളം കണ്ടോ? മനുഷ്യരെ പോലെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞ അവന്മാർ നോർമൽ കുരങ്ങല്ല. ഈ ഒരു റൂട്ടുണ്ടല്ലോ, അതിരപ്പള്ളി വാൽപ്പാറ റൂട്ട്, ഈ വഴി ഞാൻ എത്ര തവണ ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. കാറിലും ബൈക്കിലുമായിട്ട് പല കാലഘട്ടത്തിൽ പല ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ഈ വഴി വന്നിട്ടുണ്ട്. എപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആനിമൽ സൈറ്റിംഗ് കിട്ടും. ചിലപ്പോഴൊക്കെ ഒരു സൈറ്റിംഗ് പോലും ഉണ്ടായിട്ടില്ല, പക്ഷേ അപ്പോഴും മടുക്കില്ല. എത്ര തവണ വന്നാലും മടുക്കാത്ത എന്തോ ഒരു മാജിക്കൽ ഫാക്ടറി വഴിക്കുണ്ട്. അതുകൊണ്ട് എത്ര തവണ വേണേലും വരും. കുറച്ച് ദൂരം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിറയെ കാണുന്ന റോഡിൽ നിറച്ച് ബട്ടർഫ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പില്ലാത്ത രീതിയിൽ നിറയെ പല കളേഴ്സിലെ ബട്ടർഫ്ലൈസ്. ഈ സിറ്റീസിലൊക്കെ ബട്ടർഫ്ലൈസൊക്കെ കാണാൻ കിട്ടണത് തന്നെ വളരെ റെയർ ആയതുകൊണ്ട് ഇങ്ങനെ ഇത്രയും ബട്ടർഫ്ലൈസിനെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡായി. ഇത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ഇനി മുന്നോട്ട് പോകുന്ന വഴിയിലൊക്കെ ബട്ടർഫ്ലൈസാണ്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നല്ല ബട്ടർഫ്ലൈസ് അവിടെ കണ്ടോ? അവിടെ വെയിലത്ത് ശരിക്കും കാണാം. പിന്നെ ഒരു സ്ഥലത്ത് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത് കണ്ട് സൈറ്റിംഗ് ആണെന്ന് കരുതി ഞാനും ചാടി ഇറങ്ങി. നോക്കിയപ്പോൾ സിംഹവാലൻ കുരങ്ങ. പക്ഷെ എന്നെ അവിടെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് കൂടെയുള്ളൊരു കുട്ടി ദേ വേഴാമ്പൽ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു ചെറുകിടി ശബ്ദവും ഇലകൾ അനങ്ങുന്നതും മാത്രം കണ്ടു. ജസ്റ്റ് മിസ്. ഈ വൈൽഡ് ലൈഫ് ഡോക്യുമെൻ്ററീസൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് അതിലെല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ് വേഴാമ്പലിനെ കാണുക എന്നുള്ളതൊക്കെ ഭാഗ്യമാണ്. അങ്ങനെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റില്ല എന്ന്. ജസ്റ്റ് മിസ്സായി പോയപ്പോൾ എനിക്കൊരു വിഷമമായി. എന്നാലും സാരമില്ല, എവിടെയെങ്കിലും വെച്ച് കാണും. കാണാതെ എവിടെ പോവാൻ. മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി. ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ ഇതുപോലെ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക് എടുക്കും. ഏതെങ്കിലും ഒരു നല്ല വ്യൂ ഉള്ള ഒരു സ്പോട്ടിൽ നിർത്തിയിട്ട് കാഴ്ചയൊക്കെ കണ്ട് ഒന്ന് സ്ട്രെച്ചൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒരു പവർ നാപ്പൊക്കെ എടുത്ത് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് നിൽക്കും. ഒറ്റ സ്ട്രെച്ചിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡും ആവും, നമുക്ക് മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് നിർത്തിയിട്ടൊക്കെയാണ് പോകുന്നത്. ഓറഞ്ച് ആട്ടോ ഇപ്പോൾ കഴിക്കുന്നത്. ഞങ്ങൾ ബാക്ക് ഫ്രം മേഘമല ട്രിപ്പ് ഞാനും മഞ്ജു ചേച്ചിയും സ്ഥിരമായിട്ട്, പ്രത്യേകിച്ചും മഞ്ജു ചേച്ചി സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ബേസിക് റിച്വലാണ് എവിടെ ട്രിപ്പ് പോയാലും ഓറഞ്ച് കയ്യിൽ വയ്ക്കുക. അത് മേഘമല പോയപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ഉണ്ടല്ലോ, സുധി ചേട്ടനാണ് ഞങ്ങൾക്ക് ഓറഞ്ച് വാങ്ങിച്ചുകൊണ്ട് തന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ട്രിപ്പിനൊക്കെ ഓറഞ്ച് വല്ല ലേസൊക്കെ വാങ്ങണ്ടേന്നൊക്കെ വിചാരിച്ച് പുച്ഛിച്ചേ. പക്ഷേ മലയുടെ മേളിലൊക്കെ കയറി ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരൊറ്റ ഓറഞ്ച് കഴിച്ചപ്പോഴാണ് ഞങ്ങളങ്ങ് എനർജറ്റിക്കായത്. അതേ പിന്നെ ആ മേഘമല ട്രിപ്പോടെ എവിടെ ട്രിപ്പ് പോയി കഴിഞ്ഞാലും ഈ ഓറഞ്ച് കൊണ്ടുവരാമെന്നുള്ളതൊരു പതിവായി. പോകുന്ന വഴിയിലൊരു കടയിൽ കയറി റേഞ്ചൊക്കെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ആശാൻ അപ്പം തന്നെ ലാപ്ടോപ്പൊക്കെ എടുത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. കോർപ്പറേറ്റ് ലൈഫ്, ആൾക്കിന്ന് വർക്ക് ഫ്രം ഹോമാണ്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരും. കാരണം ഞാനും പണ്ട് കുറേ ട്രിപ്പിന് ഈ ലാപ്ടോപ്പും ചുമന്ന് നടന്നിട്ടുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരും. ഞാൻ മാത്രമല്ലല്ലോ, യെസ് ഐ ആം എ സാഡിസ്റ്റ്. ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബ്രെഡ് ഓംലെറ്റും മാഗിയൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് സ്നാക്സ് അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ വാൽപ്പാറ ടീ എസ്റ്റേറ്റ് ഏരിയയിലേക്ക് എത്തി. ഫുൾ തേയിലത്തോട്ടങ്ങൾ. തേയില നുള്ളാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ, അവരൊക്കെ ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു. ഈ തേയിലത്തോട്ടങ്ങളൊക്കെ സ്ഥിരം കാഴ്ചകളായതുകൊണ്ട് വലിയ പുതുമയൊന്നും ഇല്ലെങ്കിലും എപ്പോൾ കണ്ടു കഴിഞ്ഞാലും നമുക്കിങ്ങനെ പച്ചപ്പായതുകൊണ്ട് വല്ലാത്തൊരു ഇഷ്ടമാണ് കണ്ടിരിക്കാനായിട്ട്. അങ്ങനെ ഷോലയാർ ഡാമൊക്കെ പാസ് ചെയ്തു. ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത് ഡിസംബർ ജനുവരി മാസം ആയതുകൊണ്ട് നല്ല ക്ലൈമറ്റായിരുന്നു, തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ടൈമിങ്ങും ആയതുകൊണ്ട് ടീ എസ്റ്റേറ്റൊക്കെ കാണാനും നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അമ്പലം കണ്ടേ വഴിയിൽ വെച്ചിട്ട്. അമ്പലം കാണാൻ തന്നെ ആരായാലും വഴി കൂടെ പോകുമ്പോൾ ജസ്റ്റ് അത് കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോൾ അത്രയ്ക്ക് ഒരു നല്ല ഭംഗിയുള്ളൊരു തമിഴ്നാട് സ്റ്റൈൽ അമ്പലം. അത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു.
അവിടെ നിന്ന സമയത്ത് അവിടെ ഒരു പുള്ളിക്കാരൻ അയാളുടെ ഡോഗിനെയും കൊണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി സംസാരിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്തു. സാധാരണ എവിടേക്കെങ്കിലും യാത്ര തിരിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴിയിലാണ് നമ്മൾ സ്റ്റേ ഒക്കെ തപ്പിയെടുക്കുന്നതും ബുക്ക് ചെയ്യുന്നതൊക്കെ. പക്ഷേ ഇത് ലാസ്റ്റ് മിനിറ്റുള്ള ഒരു തട്ടിക്കൂട്ടായതുകൊണ്ട് ഇനി ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് റൂമൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി നമ്മളൊരു റൂം തപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ റൂംസ് എന്ന് പറയുമ്പോഴത്തെ കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ്റെ അടുത്തുള്ള റൂമാണ് എടുത്തത്. ജസ്റ്റ് ചെല്ലുന്ന ആ ദിവസത്തെ നൈറ്റ് സ്റ്റേ മാത്രം, അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നോക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് സമയം ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ആനമല ഏരിയയിൽ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ട് അവിടെ നിർത്തി. അന്നേരമാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചത് അതിനോട് ചേർന്നുള്ള ഒരു ആശ്രമത്തിൽ ഒരു മയിൽ പറന്നു പോകുന്നത് കണ്ടു. അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അതിൻ്റെ മതിലിൽ അള്ളിപ്പിടിച്ച് കയറി അതിൻ്റെ ഉള്ളിൽ കൈയിട്ടെടുത്ത വീഡിയോ ആണിത്. ഈ മയിൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എന്നാ ഒരു ലുക്കാ! ഇത് എത്ര കണ്ടാലും മതി വരില്ല. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. നമ്മൾ എല്ലായ്പ്പോഴും കാണുന്ന ഒരു പക്ഷിയല്ലല്ലോ, വല്ലപ്പോഴും കാണാനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ വായിട്ട് നോക്കിയിരിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ സൗന്ദര്യം വാരിക്കോരി കൊടുത്തിട്ടുള്ളൊരു ജീവി വേറെ ഉണ്ടാവില്ല. ഒരു മയിലിനെ കണ്ടിട്ടാണ് പുറകെ ഓടിച്ചെന്ന് കഴിഞ്ഞാലും അതിൻ്റെ ഗാർഡനിൽ നിറയെ മയിലുകളുണ്ടായിരുന്നു, ആൺമയിലും പെൺമയിലും. പെൺമയിലിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തൊരു ഇൻജസ്റ്റിസ് ആണ് ഇതെന്ന് തോന്നിപ്പോയി. അല്ലെങ്കിൽ തന്നെ ആൺമയിലിന് ഇത്രയും സൗന്ദര്യം കൊടുത്തിട്ട് ആ പെൺമയിലിൻ്റെ കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് ആ വർക്ക് നിർത്തിയിട്ട് പോയ പോലെ ആയിപ്പോയില്ലേ. അതൊരു ഇൻകംപ്ലീറ്റഡ് രൂപം പോലെ ആയിരിക്കുന്നത് പെൺമയിൽ. എന്തായാലും ഇത് കണ്ടിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല വിസും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്ന് റോഡിൽ കൂടെ ആൾക്കാർ നോക്കുമ്പോൾ രണ്ട് സാധനങ്ങൾ ഒരു കോമ്പൗണ്ടിൻ്റെ മതിൽ അള്ളിപ്പിടിച്ച് തൂങ്ങി കിടക്കുക ഇതൊക്കെ കാണാനായിട്ട്. ഞങ്ങളിങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേരും പുറകെ വന്നിട്ടുണ്ടായിരുന്നു മയിലിനെ കാണാനായിട്ട്. പക്ഷേ കാണാനുള്ള ഏരിയ മൊത്തം കവർ ചെയ്ത് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ. ഈ ആശ്രമത്തിൻ്റെ ഗാർഡൻ ഏരിയ ആണല്ലോ, അവിടെ കൂടെ ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് പേര് ജോലിക്കാർ പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട് കോമ്പൗണ്ടിലൊക്കെ. അവരാരും ഒരു മനുഷ്യൻ പോലും ഇതിനൊരു മൈൻഡ് ചെയ്യണില്ല എന്നുള്ളതായിരുന്നു എനിക്ക് അത്ഭുതം. പിന്നെ അവിടെ ഉള്ളവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും കാണുന്ന കാഴ്ചയായിരിക്കും, തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും നേരം കഷ്ടപ്പെട്ട് അവിടെ തൂങ്ങിക്കിടന്ന് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. എങ്ങാനും ഏതെങ്കിലും ഒരു മയിലിൻ്റെ ഒരു മൂഡ് തോന്നിയിട്ട് പീലിയൊക്കെ വിടർത്തി ഒന്ന് ഡാൻസ് ചെയ്താലോ, ലൈവ് കാണാലോ. ഞാൻ പീലി വിടർത്തിയ മയിലിനെ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. അതുകൊണ്ട് കൊതിയോടെ കുറേ നേരം കാത്തിരുന്നെങ്കിലും അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാനായിരുന്നു. തൈര് സാദം ടൊമാറ്റോ റൈസ് ഒക്കെയാണ് പറഞ്ഞത്. നല്ല കിടിലൻ ഫുഡായിരുന്നു, വളരെ ടേസ്റ്റി. അതിൻ്റെ സന്തോഷം കേട്ടോ മുഖത്ത് മൊത്തം. നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സങ്ങ് സന്തോഷിക്കും. തമിഴിൽ അങ്ങനെയാ പറയാ. അങ്ങനെ കോയമ്പത്തൂർ എത്തിപ്പെട്ടു. സൺസെറ്റിൻ്റെ ടൈമായിട്ട് അവിടെ എത്തി. സൺസെറ്റൊക്കെ ഇന്നത്തെ ദിവസം കാണാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി സൺസെറ്റിൻ്റെ ടൈമൊക്കെ. ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന സ്റ്റേ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ആനയൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ സൺസെറ്റ് പിടിക്കാൻ വേണ്ടി വേറെ സ്പോട്ടിലേക്കൊന്നും ഡൈവേർട്ട് ചെയ്യണ്ടെന്ന് കരുതി പോകുന്ന വഴി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങി. ചായ അല്ല, ആക്ച്വലി കോഫി. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടം കോഫിയാണ് കഴിക്കാൻ. നല്ല രസമുണ്ട് ഫിൽറ്റർ കോഫിയൊക്കെ കഴിക്കാൻ. പനിയാരം, ഗാർലിക് പിക്കിളും പിന്നെ ഒരു ചട്നി. കഴിക്കൂ. ഫസ്റ്റ് ടൈം ട്രൈ പണിയാരം. ഉണ്ണിയപ്പം പോലെയാ? എപ്പടി 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 നല്ല മധുരാണോടാ? Let me try.
അതിൻ്റെ കൂടെ പണിയാരം മെനുവിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഓർഡർ ചെയ്തു. പക്ഷെ അട്ടർ ഫ്ലോപ്പായിപ്പോയി. ഭയങ്കര ഓയിലി ആയിരുന്നു. എനിക്ക് കഴിച്ചിട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പണിയാരം മൂഞ്ചി. സോ ഇനി കോഫിയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതുന്നു. മര്യാദ കോഫി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു പണിയാരം പറയാൻ. ആരും കഴിച്ചില്ല, 2 എണ്ണം ബാക്കി. സല്യൂട്ട് രാം രാജനെ സല്യൂട്ട്. ഇവിടുത്തെ ഓട്ടോയൊക്കെ ഭയങ്കര സൈസാണ്. ഒരു പിക്കപ്പ് വാനിൻ്റെ അത്രയൊക്കെ വലിയൊരു സൈസുള്ള ടൈപ്പ് ഓട്ടോ. പിന്നെ ഇവിടുത്തെ കാറുണ്ടല്ലോ, റെഡ് ടാക്സി ക്യാബ് സർവീസസ്, അത് കണ്ടപ്പോൾ എനിക്ക് മാർഗം കളിക്കാരുടെ കോസ്റ്റ്യൂം പോലെയാണ് തോന്നിയത്. വൈറ്റ് ആൻഡ് റെഡ്. ബാക്കിൽ നിന്ന് കാണുമ്പോൾ അതേപോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ വെളുപ്പിനെ 5:30 തുടങ്ങി ഞങ്ങളുടെ യാത്ര വൈകുന്നേരം 5:30 ആയപ്പോഴാണ് കോയമ്പത്തൂർ എത്തിയത്. ഇനിയും പോകണം ഞങ്ങളുടെ സ്റ്റേയിലേക്ക്. അത് കുറച്ച് ഉള്ളിലേക്കാണ്. ഇഷയിൽ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്. അന്ന് പക്ഷേ അങ്ങോട്ടുള്ള റോഡെന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. മൊത്തം കല്ലും മണ്ണൊക്കെ ആയിട്ട് ഒരുമാതിരി പൊട്ടിപ്പൊളിഞ്ഞൊരു വഴിയായിരുന്നു. അത് മാറി ഫുൾ ടാറൊക്കെ ഇട്ട് റോഡായി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഡൗട്ടായി, ഇനി വഴി തെറ്റിയോ ഇത് തന്നെയാണോ എന്നൊക്കെ. പക്ഷേ അവസാനം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ സ്റ്റേയിൽ എത്തിപ്പെട്ടു. സ്റ്റേയിൽ അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ജസ്റ്റ് കുറച്ച് മിനിറ്റ്സേ ഉള്ളൂ ഇഷയിലേക്ക്. ഞങ്ങളിപ്പോൾ 6:45 ആ സ്റ്റേയുടെ അവിടെ എത്തി. ഈ കാടിൻ്റെ ഉള്ളിൽ ഇതാണ് സ്റ്റേ. എവിടെ? ഇവിടെയോ? കാട്ടുപന്നിയാ? അവിടെ മൊത്തം വാഴത്തോട്ടം പനയൊക്കെയാണ്. വണ്ടി ഓടിച്ച് തകർന്ന് നീ തരിപ്പണമായി കിടക്കാൻ പോവാ. ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ സ്റ്റേ? അവിടെ ഓണർ ഇല്ല? ഒന്നുമില്ല. അവിടെ 2 ബ്ലാക്ക് ബോക്സ് വെച്ചിട്ടുണ്ട്. അത് നീ വേണമെങ്കിൽ നിർത്തോ. അത് പാസ്വേഡ് അടിക്കണം. ഓ, ബ്ലാക്ക് ബോക്സ്. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോ ലെഫ്റ്റ് സൈഡില് ആ ഭിത്തിയുടെ റൈറ്റ് കോർണറിലായിട്ട് 2 ബ്ലാക്ക് ബോക്സ് ആണ്. അതിന്റെ അകത്ത് അവര് നമുക്ക് വാട്സാപ്പില് ഒരു കോഡ് തന്നിട്ടുണ്ട്. അതായത് ആ ലോക്ക് കോഡ് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ അതിനകത്ത് കീ വെച്ചിട്ടുണ്ട്. അത് മേളിൽ പോയി ഓപ്പൺ ചെയ്യാം. ഇതെന്ത് ട്രഷർ ഹണ്ടോ? അതുപോലെയായിരുന്നു ഞാൻ ചേച്ചി. ട്രഷർ ഹണ്ടായിരുന്നോടോ? ചാവി എടുക്കാൻ ട്രഷർ ഹണ്ട്. എങ്ങനെയുണ്ട് റൂം സെറ്റ്? അടിപൊളി, സൂപ്പർ. ബാ ചേച്ചി ഒരു ബാഗ് എടുത്തിട്ടോ, അപ്പൊ കൂടെ വരാം. ഏരിയ ഭയങ്കര സൈലന്റ് ആട്ടോ. ഇഷ്ടപ്പെട്ടു. ഏരിയ കൊള്ളാം. ചേച്ചി ഇവൻ കാട്ടുപന്നീനെ കണ്ടുപോന്നു. ആ അതെന്റെ ഓക്കെ വേണ്ടി വരില്ല. എടുത്തോ. ഇനി വേണമെങ്കിൽ വന്നെടുക്കാം. വാദിക്ക് തന്നെ ഇല്ലേ വണ്ടി ലോക്ക് ചെയ്യ് വിസോട്ടാ. എൻ്റെ അകത്തേക്ക് കയറാം. സോ ദിസ് ഈസ് അവർ സ്റ്റേ. നല്ല രസമുണ്ട് കാണാൻ. രാവിലെ നല്ല ഭംഗിയായിരിക്കും. എൻ്റെ സ്റ്റേയുടെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷയുടെ അടുത്തൊരു സ്റ്റേ വേണമെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തപ്പിയെടുത്തു കേട്ടോ ഞാൻ ഈ സ്റ്റേ. എന്തായാലും മോശം വന്നില്ല, നല്ല കിടിലൻ സ്റ്റേ ആയിരുന്നു. പുറമേ നിന്നുള്ള കാഴ്ച ചെയ്താ, അകത്തേക്കുള്ളത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ചത്തു. കമോൺ ഗൈസ്, ലോക്ക് ചെയ്തോ? എന്താ ലൈറ്റ് കത്തണേ? അപ്പം ബ്ലാക്ക് ബോക്സ് ഫസ്റ്റ് ഫ്ലോറിന്റെ കീന്റെ അകത്ത് ഉണ്ടാവും പറഞ്ഞു. ലോക്ക് ഒന്നും ഇല്ലല്ലോ, കോഡ് അവര് തരുമല്ലോ അല്ലെ. ഇവിടെ എന്താ കൃഷി എന്തുവാ? രാവിലെ കാണാം.
ഹായ്. കൊള്ളാം. അയ്യോ സ്റ്റെയർ കയറാൻ വയ്യ എനിക്ക്. I'm dead. ഓക്കെ. ഹായ്. ബാൽക്കണിയൊക്കെ ഉണ്ടല്ലോ. നൈസ്. ഇത് വാഷ്റൂം അല്ലേ? ഓ നൈസ്. നല്ല റൂം. എനിക്കിഷ്ടമായി. നല്ലൊരു മൈൽഡ് സ്മെല്ലുണ്ടല്ലേ, ആശ്രമത്തിലെ പോലത്തെ. കൂളർ ഉണ്ടല്ലോ. അപ്പം നീ ഇൻഫ്ലുവൻസറിന്റെ ലൈറ്റ് ഇട്ടാണ് ഇവിടുത്തെ. കിടിലം ബാൽക്കണിയാണല്ലോ. എടാ ടെറസിലേക്ക് പോകാൻ പറ്റൂടാ? ഐസ്. ഇവിടുത്തെ ലൈറ്റ് വീണിട്ടില്ല കേട്ടോ. അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് ഞാൻ ആഗ്രഹിച്ച ഒരു വീട്. ലൈറ്റ് ഇല്ല. എനിക്ക് അങ്ങനത്തെ സ്പൈറൽ ലൈറ്റ് വന്നു. എനിക്ക് ഇങ്ങനത്തെ സ്പൈറൽ സ്റ്റെയർ കേസ് ഭയങ്കര ഇഷ്ടമാണ്. സീ കാണുന്നുണ്ടോ? രാവിലെ നല്ല വ്യൂ ആയിരിക്കും. ഒരു ചെയറൊക്കെ വേണം. വാവ്. ഒരു ബാൽക്കണി, മൊത്തം 3 ബാൽക്കണി, ഒരു ബാത്റൂം. കൊള്ളാം. ചെയറൊക്കെ ഉണ്ടല്ലോ. സെറ്റ്. എന്താ എഴുതിയേക്കുന്നത്? ഇതെന്തുവാ? ഇതാണ് നെക്സ്റ്റ് ബാൽക്കണി. ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് വല്ലതും ഉണ്ടോ? ഇതിന് മാത്രം ബാൽക്കണിയോ നമുക്ക്? മെയിൻ വാഷ്റൂം നോക്കട്ടെ. ഓക്കെ, സോ this is the videographer. വിശാലമായ വാഷ്റൂം. നൈസ്. മേലത്തെ സ്റ്റെയർ ഒന്ന് കയറി നോക്കട്ടെ. ഈ ചെടിയൊക്കെ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്പൈറൽ സ്റ്റെയർ കേസ് കയറണേ. ഞാൻ സ്പൈറൽ സ്റ്റെയർ കേസ് കയറിയിട്ടുള്ള ഏതിലാന്നറിയോ മിസ്? നമ്മളുടെ പാർക്കിലൊക്കെ ഒരു സ്ലൈഡ് ഉണ്ടാവില്ലേ, ചുറ്റി ചുറ്റി പോണേ. അയ്യോ ക്യൂട്ട്. എനിക്കിഷ്ടപ്പെട്ടു. അയ്യോ ഇത് രാവിലെ സൂപ്പർ ആയിരിക്കും അല്ലേ? ഫ്ലാഷ് ഉണ്ട്. ഫ്ലാഷ്. കുട്ടി വീട്, കുട്ടി സ്റ്റെയർ കേസ്, കുട്ടി ബാൽക്കണി, കുട്ടി ടെറസ്. നമ്മൾ കയറി വന്ന സ്റ്റെയർ നോക്ക്. എനിക്കിഷ്ടപ്പെട്ടു. രാവിലെ നല്ല ഭംഗിയായിരിക്കും. എനിക്കറിയാം. എന്താ സംസാരിക്കണ്ടേ? This is the column of our room now. എല്ലാ ലംബ. അവിടെ ഫുഡ് പ്രീ ബുക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങളെത്തി ലേറ്റ് ആയതുകൊണ്ട് ഫുഡില്ല. പിന്നെ ഞങ്ങൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു. കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും മുടിഞ്ഞ എരിവായിരുന്നു. എൻ്റെ കണ്ണിൽ കൂടെ പൊന്നീച്ച പാറി. സത്യം പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എരിവ് കഴിക്കുന്ന ആളാണ്. എനിക്ക് പോലും കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല. പക്ഷേ വിശപ്പ് കാരണം ഞങ്ങൾ കുറച്ചെങ്കിലും എടുത്ത് കഴിച്ചു. ബാക്കി വേസ്റ്റായി. പനീർ റൈസ്, എഗ് നൂഡിൽസ്, കടായി പനീർ, പിന്നെ ചിക്കൻ 65 ഇതൊക്കെ വാരി വലിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിലും കണ്ണിൽ നിന്നും മുക്കിന്നൊക്കെ വെള്ളം വരുന്ന രീതിയിൽ എരിവുള്ളതുകൊണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ടും നല്ല വിശപ്പുള്ളതുകൊണ്ട് ആ വിശപ്പ് മാറാനുള്ള കുറച്ച് കഴിച്ച് ബാക്കി മൊത്തം വേസ്റ്റ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദൂരെ എവിടെയോ ന്യൂ ഇയറിൻ്റെ ഫയർ വർക്ക്സും ബഹളങ്ങളും ഒക്കെ കേട്ടു. ഒച്ചയും ബഹളവും ലൈറ്റ്സും സെലിബ്രേഷൻസും ഒന്നുമില്ലാത്ത ഒരു ന്യൂ ഇയർ ഞങ്ങൾക്ക് 3 ആൾക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ സമാധാനപരമായ ന്യൂ ഇയറിനെയൊക്കെ വെൽക്കം ചെയ്ത് ഞങ്ങൾ വേഗം കിടന്നുറങ്ങാൻ പോയി. രാവിലെ എണീറ്റ് ടിഷയിൽ പോകണം, പിന്നെ കോയമ്പത്തൂർ എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ പറയാം. ഓക്കെ, ബൈ.